MT presents EMT News Today പ്രധാന വാർത്തകൾ. 1.5 ലക്ഷം തൊഴിലുകൾ സൗദിവൽക്കരിക്കുന്നതിന് തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. 3000 അനാഥകൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനും ഭക്ഷ്യവസ്തു മേഖലയിൽ 70,000 സൗദികളുടെ നൈപുണ്യങ്ങൾ പരിപോഷിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പുതിയ പദ്ധതി. 1.5 ലക്ഷം തൊഴിലുകൾ സൗദിവൽക്കരിക്കുന്നതിന് ലക്ഷ്യമിട്ട് തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയമാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. സാമ്പത്തിക ആസൂത്രണ മന്ത്രാലയവുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുക. മാനവശേഷി വികസന നിധിയുമായും റെസ്റ്റോറന്റ്സ് ആൻഡ് കഫേസ് അസോസിയേഷനുമായാണ് ധാരണാപത്രം ഒപ്പുവെച്ചിരിക്കുന്നത്. തൊഴിലവസരങ്ങൾ സൗദിവൽക്കരിക്കുന്നതിന് പിന്തുണ നൽകുന്നതിന് ലക്ഷ്യമിട്ട് പങ്കാളിത്തം സ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ തുടർച്ചയെന്നോണമാണ് പുതിയ ധാരണാപത്രം ഒപ്പുവെച്ചതെന്ന് തൊഴിൽ സാമൂഹിക വികസന മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് അൽ റാജ്ഹി പറഞ്ഞു. ന്യൂസ് ടുഡേ, റിയാദ്. ഫലസ്തീനിലെ ജൂത കുടിയേറ്റ കോളനികൾ അംഗീകരിക്കില്ലെന്ന് പ്രഥമ അറബ് യൂറോപ്യൻ ഉച്ചകോടി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് ദ്വിരാഷ്ട്ര രൂപീകരണത്തിലൂടെ ശാശ്വത പരിഹാരം കാണണമെന്നും ഉച്ചകോടി ആവശ്യപ്പെട്ടു. ദ്വിരാഷ്ട്ര പോംവഴിക്ക് അനുസൃതമായി ഫലസ്തീൻ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന നിലപാടിൽ അറബ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഉറച്ചു നിൽക്കുന്നതായി ഉച്ചകോടിയുടെ സമാപനത്തിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഫലസ്തീൻ അഭയാർത്ഥികളുടെ ക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന UN ഏജൻസിക്ക് രാഷ്ട്രീയ സാമ്പത്തിക പിന്തുണ നൽകണം. ഗാസയിൽ മാനുഷിക രാഷ്ട്രീയ സുരക്ഷാ സാമ്പത്തിക സ്ഥിതികൾ വഷളായത് ആശങ്കാജനകമാണ്. സാധാരണക്കാർക്ക് സംരക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര നിയമങ്ങളും മനുഷ്യാവകാശ നിയമങ്ങളും പാലിച്ച് ഗാസയിൽ സ്ഥിതിഗതികൾ മെച്ചപ്പെടുത്താൻ എല്ലാ കക്ഷികളും നടപടികൾ സ്വീകരിക്കണം. സമാധാനവും സുരക്ഷയും മനുഷ്യാവകാശവും സാമ്പത്തിക സാമൂഹിക വികസനങ്ങളും പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്നു. മേഖലയിൽ സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനും സുരക്ഷയും സമാധാനവും ശക്തമാക്കുന്നതിനും സാമൂഹിക സാമ്പത്തിക വികസനങ്ങൾ സാധ്യമാക്കുന്നതിനും കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് ഉച്ചകോടിയിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ധാരണയിലെത്തി. അറബ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക സഹകരണം ശക്തമാക്കാനും തീരുമാനിച്ചു. അടുത്ത അറബ് യൂറോപ്യൻ ഉച്ചകോടി 2022 ബ്രസൽസിൽ നടക്കുമെന്നും സമാപന പ്രഖ്യാപനം പറഞ്ഞു. തീവ്രവാദത്തിന്റെ ഇരകളിൽ ഒന്നാമത്തെ രാജ്യമാണ് സൗദിയെന്ന് ഉച്ചകോടിക്കിടെ സൽമാൻ രാജാവ് പറഞ്ഞു. തീവ്രവാദത്തെ ചെറുക്കുന്നതിലും സൗദി എന്നും മുൻനിരയിലാണ്. തീവ്രവാദത്തിന് ധനസഹായം ലഭിക്കുന്നതിനും സൗദി സാധ്യമായത് ചെയ്യുന്നു. ഈ രംഗത്തെ അന്താരാഷ്ട്ര വേദികളോട് സൗദി പൂർവാധികം സഹകരിക്കും. യമൻ പ്രശ്നം സ്വീഡൻ ഒത്തുതീർപ്പിന്റെയും UN കരാറിന്റെയും അടിസ്ഥാനത്തിൽ പരിഹരിക്കണം. യമനിലെ വിഘടനവാദികൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കണം. മേഖലയിലെ രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടുന്നത് ഇറാൻ അവസാനിപ്പിക്കണമെന്നും സൽമാൻ രാജാവ് പറഞ്ഞു. ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നുള്ള ലൈസൻസ് ഉണ്ടെന്ന് വാദിച്ച് വെർച്വൽ കറൻസി ക്രയവിക്രയ മേഖലയിൽ പ്രവർത്തിക്കുന്ന വെബ്സൈറ്റുകളെ കുറിച്ച് അറിയിക്കണമെന്ന് മീഡിയ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇത്തരക്കാർക്കെതിരെ നിയമാനുസൃത നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ലൈസൻസ് ഇല്ലാതെ വിദേശ കറൻസി വിപണിയിൽ പ്രവർത്തിക്കുന്നതിനെതിരെ ബോധവൽക്കരിക്കുന്നതിനും മുന്നറിയിപ്പ് നൽകുന്നതിനും രാജകൽപ്പന പ്രകാരം സ്ഥാപിച്ച സ്ഥിരം കമ്മിറ്റി പ്രവർത്തനം തുടരുകയാണ്. സൗദിയിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ഏജൻസികളുടെയും നിരീക്ഷണ പരിധിക്ക് പുറത്തായതിനാൽ വ്യത്യസ്തമായ പ്രത്യാഘാതങ്ങളും ഉയർന്ന അപകട സാധ്യതയും അടങ്ങിയ വെർച്വൽ കറൻസി ഇടപാടുകൾക്കും ഇത്തരം കറൻസികളിൽ നിക്ഷേപം നടത്തുന്നതിനുമെതിരെ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. ബിറ്റ്കോയിൻ പോലുള്ള വെർച്വൽ കറൻസികൾക്ക് സൗദിയിൽ അംഗീകാരമില്ല. അതുകൊണ്ട് തന്നെ വെർച്വൽ കറൻസികളിൽ നിക്ഷേപം നടത്തുന്നതിന് പ്രേരിപ്പിച്ച് ഇന്റർനെറ്റിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളുടെയും പ്രചാരണങ്ങൾ നടത്തുന്നവർക്ക് രാജ്യത്ത് ലൈസൻസുമില്ല. ഇത്തരം ആഹ്വാനങ്ങൾക്കും ഓഫറുകൾക്കും അതിവേഗ സമ്പത്തും ലാഭവും ലഭിക്കുമെന്ന വാഗ്ദാനങ്ങൾക്കും പിന്നാലെ പോയി സൗദി പൗരന്മാരും വിദേശികളും വ്യാജ കരാറുകൾ ഒപ്പുവെക്കാനും അറിയപ്പെടാത്ത സ്ഥാപനങ്ങൾക്കും ഏജൻസികൾക്കും വ്യക്തികൾക്കും പണം ട്രാൻസ്ഫർ ചെയ്ത് നൽകാനും പാടില്ല. ഇത്തരക്കാർക്കെതിരെ ബന്ധപ്പെട്ട വകുപ്പുകൾ നിയമാനുസൃത നടപടികൾ സ്വീകരിക്കുമെന്നും കമ്മിറ്റി പറഞ്ഞു. സൗദി ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റി അധ്യക്ഷതയിൽ സ്ഥാപിച്ച കമ്മിറ്റിയിൽ ആഭ്യന്തര മന്ത്രാലയം, മീഡിയ മന്ത്രാലയം, വാണിജ്യ നിക്ഷേപ മന്ത്രാലയം, സൗദി അറേബ്യൻ മോണിറ്ററി അതോറിറ്റി എന്നിവ അംഗങ്ങളാണ്. ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളുമായി ഏകോപനം നടത്തിയാണ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. ന്യൂസ് ടുഡേ, റിയാദ്. സൗദിയിൽ ഓൺലൈൻ ബാങ്കിങ്ങിന് കേന്ദ്ര ബാങ്കായ സാമ ഏർപ്പെടുത്തിയ മദ സദാ സംവിധാനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്ന നടപടികൾ പരിഗണനയിലാണെന്ന് ഗവർണർ ഡോക്ടർ അഹമ്മദ് അൽ ഖുലൈഫി.
കറൻസി വിനിമയം കുറച്ച് ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം പ്രോത്സാഹിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കറൻസി വിനിമയം പരമാവധി കുറയ്ക്കുന്നതിനും ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് പുതിയ പദ്ധതി ലക്ഷ്യമിടുന്നത്. രാജ്യത്ത് 3,50,000 വാണിജ്യ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ പോയിന്റ് ഓഫ് സെയിൽസ് മെഷീനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പെട്രോൾ ബങ്കുകളിൽ കൂടി POS മെഷീൻ സംവിധാനം വ്യാപകമാക്കാൻ ഉദ്ദേശിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇതിനായി വാണിജ്യ നിക്ഷേപ മന്ത്രാലയം, നഗരവികസന ഗ്രാമകാര്യ മന്ത്രാലയം എന്നീ വകുപ്പുകളുമായി സഹകരിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കും. ഗൾഫ് മേഖലയിലെ ബാങ്കിംഗ്, ഫിനാൻഷ്യൽ ടെക്നോളജി മേഖലയിലെ പ്രമുഖ സ്ഥാപനമായ മെഫ്ടെക് റിയാദിൽ സംഘടിപ്പിക്കുന്ന രണ്ടാമത് ദ്വിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു ഡോക്ടർ അൽ ഖുലൈഫി. ഫിനാൻഷ്യൽ സെക്ടർ ഡെവലപ്മെന്റ് പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം തന്നെ ധനവിനിയോഗത്തിന് കറൻസിയെ ആശ്രയിക്കാത്ത സാമൂഹ്യ പശ്ചാത്തലം സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. രാജ്യത്ത് ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം വ്യാപിപ്പിക്കുന്നത് ഇന്ന് സാമ്പത്തിക വിദഗ്ധർക്കിടയിലെ പ്രധാന ചർച്ചാ വിഷയമാണ്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി കമ്പനികൾ ഡിജിറ്റൽ പണമിടപാട് പരിപോഷിപ്പിക്കുന്നത് സംബന്ധിച്ച് അനേകം നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ധനവിനിയോഗ രംഗത്തെ വികസനത്തിനായി 2.5 ദശകങ്ങളായി സാമ പ്രവർത്തിച്ചു വരികയാണെന്നും ഗവർണർ വ്യക്തമാക്കി. വേൾഡ് മലയാളി ഫെഡറേഷൻ റിയാദ് സെൻട്രൽ കമ്മിറ്റി ജനറൽ ബോഡി യോഗത്തോടനുബന്ധിച്ച് കേരളത്തിലെ പ്രളയത്തിൽ കൈത്താങ്ങേകിയവരെ ആദരിച്ചു. രക്തസാക്ഷിത്വം വരിച്ച ധീരജവാന്മാർക്ക് അനുശോചനം രേഖപ്പെടുത്തി ആരംഭിച്ച ചടങ്ങ് എയർ ഇന്ത്യ മാനേജർ മാരിയപ്പൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലുണ്ടായ പ്രളയത്തിൽ വേൾഡ് മലയാളി ഫെഡറേഷൻ റിയാദിൽ നിന്നും സമാഹരിച്ച് 9 ടണ്ണോളം സാധനങ്ങൾ എറണാകുളം ജില്ലാ കളക്ടർ ഓഫീസിലെത്തിച്ചും 1/2 ടണ്ണോളം സാധനങ്ങൾ പത്തനംതിട്ട, റാന്നി പ്രദേശങ്ങളിൽ നേരിട്ടും വിതരണം ചെയ്യുകയുമുണ്ടായി. കേരളത്തിലെ പ്രളയത്തിൽ സർവ്വ മേഖലകളിലും ഇത്രയും വലിയ ഒരു കോർഡിനേഷൻ താൻ എങ്ങും കണ്ടിട്ടില്ലെന്നും ചെന്നൈ ഫ്ലഡ് റിലീഫിൽ പ്രമുഖമായി പങ്കെടുത്ത മാരിയപ്പൻ വേൾഡ് മലയാളി ഫെഡറേഷൻ പ്രവർത്തകർക്കും സന്നദ്ധ സേവകർക്കും മീഡിയയ്ക്കും റിയാദിലെ പ്രവാസി സമൂഹത്തിനും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിച്ചു. പ്രളയകാലത്ത് സഹകരിച്ച സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും അലിയാസ്മിൻ സ്കൂൾ പ്രിൻസിപ്പൽ റഹ്മത്തുള്ള, എയർ ഇന്ത്യ മാനേജർ മാരിയപ്പൻ, ഇന്ത്യൻ കമ്മ്യൂണിറ്റി ലീഡർ സെയ്ഗം ഖാൻ, അബ്ദുള്ള വല്ലാഞ്ചിറ എന്നിവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. റിയാദിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുള്ളവർ പങ്കെടുത്ത ചടങ്ങിൽ ഷിഹാബ് കൊട്ടുകാട് പ്രളയകാലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും, അഷ്റഫ് വടക്കേവിള, സെയ്ഗം ഖാൻ, സാം സാമുവൽ, അബ്ദുള്ള വല്ലാഞ്ചിറ, ജയൻ കൊടുങ്ങല്ലൂർ, ഷിബു ഉസ്മാൻ, വല്ലി ജോസ്, നൌഷാദ് ആലുവ, രാജൻ കാരിച്ചാൽ, സാബു ഫിലിപ്പ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ജലീൽ പള്ളാത്തുരുത്തി സ്വാഗതവും റിജോഷ് നന്ദിയും പറഞ്ഞു. ഡൊമിനിക് സാവിയോ, ഇലിയാസ് കാസർഗോഡ്, ഇക്ബാൽ പാലത്ത്, നൂറുദ്ദീൻ, സലാം പെരുമ്പാവൂർ, ഹബീബ്, റാഫി കൊയിലാണ്ടി, നവീൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം കൊടുത്തു. ന്യൂസ് ടുഡേ, റിയാദ്. കുംഭമേളയിൽ പങ്കെടുത്ത് ശുചീകരണ തൊഴിലാളികളുടെ പാദങ്ങൾ കഴുകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രോളി തൃണമൂൽ കോൺഗ്രസ്. ഓസ്കാർ അവാർഡ് ദാന ചടങ്ങിന്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് മോദിയെ മികച്ച നടനാക്കിയാണ് ട്രോൾ ഇറക്കിയത്. ട്രോളിനെതിരെ വൻ വിമർശനങ്ങളാണ് ഉയർന്നത്. തിങ്കളാഴ്ച നടന്ന ഓസ്കാർ അവാർഡ് ദാന ചടങ്ങിന്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് മോദിയെ മികച്ച നടനായി അവതരിപ്പിക്കുന്നതാണ് വീഡിയോ. ഈ വർഷത്തെ ഓസ്കാർ ജേതാക്കളെ പ്രഖ്യാപിച്ച ചടങ്ങ് അവതരിപ്പിച്ച ഹോളിവുഡ് താരങ്ങളായ ഗാരി ഓൾട്ട്മാനും അലിസൺ ജാനയും ചേർന്ന് മികച്ച നടനെ പ്രഖ്യാപിക്കുന്ന രംഗമാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഓസ്കർ ഗോസ് ടു നരേന്ദ്രമോദി എന്നാണ് ഇവർക്ക് ശബ്ദം നൽകിയിരിക്കുന്നത്. കുംഭമേളയ്ക്കിടെ ശുചീകരണ തൊഴിലാളികളുടെ പാദങ്ങൾ മോദി കഴുകുന്ന വീഡിയോയും ചേർത്തിട്ടുണ്ട്. പശ്ചാത്തല സംഗീതവും നിറഞ്ഞ കയ്യടികളുമെല്ലാം ഓസ്കർ വേദിയിലേതു തന്നെ. ഓസ്കർ ഗോസ് ടു എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം തൃണമൂൽ നേതാവ് മമതാ ബാനർജിക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. ന്യൂസ് ടുഡേ, ന്യൂഡൽഹി. ജനാധിപത്യപരമായ സംവാദങ്ങൾക്കിടം നൽകി ചില്ല ലെഡ് ബെയ്റ്റ് ഏകദിന സംഭാഷണങ്ങൾക്ക് തുടക്കമായി. റിയാദിലെ അപ്പോളോ ഡിമോറോ ഹാളിൽ നടന്ന ചടങ്ങ് സുനിൽ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. സുനിൽ സുകുമാരൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ജില്ലാ കോർഡിനേറ്റർ നൌഷാദ് കോർമത്ത് ലെഡ് ബെയ്റ്റ് എന്ന പുതിയ സംഭാഷണ പരമ്പരയെ വിശദീകരിച്ചു. തുടർന്ന് കേരളം എന്ന ചരിത്ര നിർമ്മിതി എന്ന മുഖ്യ വിഷയത്തിൽ 3 ഉപസംവാദങ്ങൾ നടന്നു. ഒന്നാമത്തെ അവതരണം കേരളം നടന്ന വഴികൾ, നവോത്ഥാനവും സംസ്കാരവും എന്ന ശീർഷകത്തിൽ ഇക്മാൽ കൊടുങ്ങല്ലൂർ സംസാരിച്ചു.
കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തെ വർത്തമാനകാല പ്രസക്തിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള അവതരണത്തിന്റെ മോഡറേറ്റർ ബീന ആയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം TR സുബ്രഹ്മണ്യൻ നടത്തിയ രാഷ്ട്രീയ മുന്നേറ്റങ്ങളിലൂടെ രൂപം കൊണ്ട കേരളം എന്ന ഉപവിഷയം ആധുനിക കേരളത്തിന്റെ ജനാധിപത്യവൽക്കരണത്തിലേക്ക് നയിച്ച നിരവധി രാഷ്ട്രീയ സാമൂഹ്യ സമരങ്ങളെ വിശദീകരിച്ചു. ജയചന്ദ്രൻ നെരുവമ്പ്രമാണ് സംവാദങ്ങളുടെ മോഡറേറ്ററായത്. മൂന്നാം അവതരണം ഉൽപാദന ബന്ധങ്ങളും കേരള ചരിത്രഗതിയും എന്ന ഉപവിഷയത്തിൽ M. ഫൈസൽ നിർവഹിച്ചു. ഉൽപാദനവും വിതരണവും മറ്റ് സാമ്പത്തിക ബന്ധങ്ങളും പ്രാചീന കാലം മുതൽ ആധുനിക മനുഷ്യമൂലധ ഒഴുക്കിന്റെ കാലം വരെ എങ്ങനെ വികസിച്ചു എന്നതായിരുന്നു അവതരണം വരച്ചുകാട്ടിയത്. നജീം കൊച്ചുകലങ്ക് മോഡറേറ്ററായിരുന്നു. സീബ, സബീന M. സാലി, ഷൈജു ചെമ്പൂർ, അഷ്റഫ് തങ്ങൾ, ഫൈസൽ കൊണ്ടോട്ടി, KP ഹരികൃഷ്ണൻ, ഫിറോസ് പുതുക്കോട്, മുനീർ വട്ടേക്കാട്ടുകര, മഹേഷ് കൊടിയത്ത്, ഡാർലി തോമസ്, വിപിൻ, കൊമ്പൻ മൂസ, തോമസ് ജോയ്, മനോഹരൻ, സുരേഷ് ലാൽ, അബ്ദുൾ ബഷീർ എന്നിവർ സംവാദം സജീവമാക്കി. ന്യൂസ് ടുഡേ, റിയാദ്. സമ്മാനമടിച്ച കാർ ഏതാണെന്നറിയാൻ ഗൂഗിൾ പരതിയ ഇന്ത്യക്കാരനൊടുവിൽ ആഡംബര കാർ വിറ്റ് നാട്ടിലേക്ക് പണമയച്ചു. 31കാരൻ ബൽവീർ സിംഗ് ആണ് സിം കാർഡ് പുതുക്കിയപ്പോൾ സമ്മാനമായി ലഭിച്ച മാക്ലാരൻ 570S സ്പൈഡർ കാർ 6 ലക്ഷം ദിർഹത്തിന് വിറ്റത്. UAE ടെലികോം കമ്പനിയായ ഡൂ നടത്തിയ നറുക്കെടുപ്പിലാണ് ബൽവീറിനെ ഭാഗ്യം തുണച്ചത്. മാസം 1900 ദിർഹം മാത്രം ശമ്പളമുള്ള ബൽവീറിന് ഡ്രൈവിംഗ് ലൈസൻസ് പോലുമില്ല. കാറിന്റെ പേര് കേട്ടിട്ട് സാധനം എന്താണെന്ന് മനസ്സിലാകാതെ ഗൂഗിൾ തപ്പിയാണ് കണ്ടുപിടിച്ചത്. ഡൂവിൽ നിന്ന് എന്നെ വിളിച്ചു. ഒരു അഭിനന്ദന സന്ദേശവും കിട്ടി. ഉടനെ അടുത്തുള്ള ഡൂ ഔട്ട്ലെറ്റിൽ പോയി കാര്യം പറഞ്ഞു. അവർ വിവരം സ്ഥിരീകരിച്ചു. ഇങ്ങനെയൊരു കാർ ലോകത്തുണ്ടെന്ന് തന്നെ താൻ ഇപ്പോഴാണ് അറിയുന്നതെന്നും ബൽവീർ പറയുന്നു. 7 മാസം പ്രായമായ രണ്ടാമത്തെ മകൻ കൊണ്ടുവന്ന ഭാഗ്യമാണിതെന്ന് വിശ്വസിക്കുന്ന ബൽവീർ ഡൂവിന് നന്ദി പറഞ്ഞു. ഈ കാർ കൊണ്ട് എനിക്ക് പ്രയോജനമൊന്നുമില്ല. ഇതിന്റെ ശരിയായ വില 9 ലക്ഷം ദിർഹമാണ്. എന്നാൽ താൻ അത് വിറ്റപ്പോൾ 6 ലക്ഷമേ കിട്ടിയുള്ളൂ. പഞ്ചാബിലെ ബിഷാൻകോട്ട് ഗ്രാമത്തിൽ നിന്നുള്ള ബൽവീർ പണം നാട്ടിലെ ബാങ്കിലേക്ക് അയച്ചു. 1,14 ലക്ഷം രൂപയാണ് അയച്ചത്. കാലാവധി കഴിഞ്ഞ ID രജിസ്ട്രേഷനുള്ള ഉപഭോക്താക്കളോട് ജനുവരി 30-നകം ID പുതുക്കി നമ്പർ നിലനിർത്തണമെന്നും ഇല്ലെങ്കിൽ സേവനം നിലയ്ക്കുമെന്നും ഡൂ വ്യക്തമാക്കിയിരുന്നു. ഇപ്രകാരം ID പുതുക്കിയ ഉപഭോക്താക്കളുടെ മൊബൈൽ നമ്പറുകൾ നറുക്കിട്ടാണ് ഭാഗ്യശാലിയെ കമ്പനി കണ്ടെത്തിയത്. ന്യൂസ് ടുഡേ, ദുബായ്. മലപ്പുറം സ്വദേശിയെ ജിദ്ദയിൽ കാണാതായതായി പരാതി. ചെമ്മാട് മഞ്ഞമാട്ടിൽ സിദ്ദീഖിനെയാണ് ഒരാഴ്ചയിലേറെയായി കാണാതായത്. സിദ്ദീഖിനെ കുറിച്ച് ഒരാഴ്ചയായി വിവരമില്ലെന്ന് ബന്ധുക്കളാണ് അറിയിച്ചത്. 15 വർഷം കംഫർട്ട് ട്രാവൽസിന് കീഴിൽ ജിദ്ദയിലും ദമാമിലും ഡ്രൈവർ ജോലി ചെയ്തിരുന്നു. 1 വർഷമായി ജിദ്ദയിൽ സുഹൃത്തുക്കൾക്കൊപ്പം സെയിൽസ്മാനായി വാഹനത്തിൽ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന ജോലിയിലായിരുന്നു. എല്ലാ ദിവസവും നാട്ടിൽ കുടുംബവുമായി ബന്ധപ്പെടാറുണ്ടായിരുന്ന സിദ്ദീഖിനെ കുറിച്ച് ഈ മാസം 18-നു ശേഷം യാതൊരു വിവരവുമില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. ഭാര്യയും 3 മക്കളുമാണ് സിദ്ദീഖിനെ കുറിച്ചുള്ള വിവരമറിയാൻ നാട്ടിൽ കാത്തിരിക്കുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ജിദ്ദയിലുള്ള ഭാര്യ സഹോദരൻ ലത്തീഫിനെ 0546450302 എന്ന നമ്പറിൽ അറിയിക്കണം. ന്യൂസ് ടുഡേ, ജിദ്ദ.